എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും രണ്ട് എഞ്ചിനീയറിംഗിനെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡായി അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒന്നിനെ മറ്റൊന്നായി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനെയും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിനുമാണ് ആ ഒരു കോംപ്ലിമെന്റ് കൊടുക്കേണ്ടത്. സോ നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുള്ളത് എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗും തമ്മിലുള്ള ആ ഒരു ബന്ധം, ഏതെങ്കിലും രീതിയിൽ അവയെ നമുക്ക് സാമ്യപ്പെടുത്താൻ പറ്റുമോ, അതോടൊപ്പം മെയിൻ ഡിഫറൻസസ് എന്തൊക്കെ എന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും നമുക്ക് സിമിലാരിറ്റീസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, ഈ രണ്ട് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. സോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയാലും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആയാലും ഡിസൈനിങ്, മാനുഫാക്ചറിങ്, അതോടൊപ്പം മെക്കാനിക്കൽ സിസ്റ്റംസിൻ്റെ ടെസ്റ്റിംഗ്, ഈ മൂന്ന് കാര്യങ്ങളും വരുന്നു എന്നുള്ളതാണ്. അതായത് ഡിസൈനിങ് വരും, മാനുഫാക്ചറിങ് വരും, അതോടൊപ്പം ടെസ്റ്റിങ്ങും മെക്കാനിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലും വരുന്നുണ്ട്, അതോടൊപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലും വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സാമ്യത നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിൻ്റെ ഫൗണ്ടേഷണൽ സബ്ജക്റ്റുകളാണ്. മെക്കാനിക്കൽ ആയാലും ഓട്ടോമൊബൈൽ ആയാലും ഈ രണ്ട് എഞ്ചിനീയറിംഗ് മേഖലയിലും തെർമോഡൈനാമിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, അതോടൊപ്പം മെറ്റീരിയൽ സയൻസ്, ഈ മൂന്ന് സബ്ജക്റ്റുകൾ എന്നുള്ളത് മൂന്ന് സ്ട്രോങ് പില്ലേഴ്സാണ്. സോ നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ഒരാളാണെങ്കിൽ എന്താണ് തെർമോഡൈനാമിക്സ്, എന്താണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്, എന്താണ് മെറ്റീരിയൽ സയൻസ് എന്ന് നിങ്ങൾക്കറിയും. സോ ഈ മൂന്ന് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലും കാണാൻ പറ്റും എന്നുള്ളതാണ് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്നുള്ളത്. അതോടൊപ്പം സോഫ്റ്റ്വെയർ ടൂൾസ് ഉണ്ട്, അതായത് CAD, സിമുലേഷൻ സോഫ്റ്റ്വെയർസ്, ഡിസൈനിങ്, അതോടൊപ്പം അനാലിസിസുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന CAD ടൂൾസ്, CAD, CAD, CAE പോലുള്ള ടൂൾസ്, അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്നുണ്ട്, അതോടൊപ്പം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ വരുന്നുണ്ട്. അതോടൊപ്പം മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്റെ വേറൊരു പ്രത്യേകത ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലേക്ക് അവരുടെ കരിയർ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. സോ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടില്ല, പക്ഷെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചതെങ്കിൽ സർട്ടൻ സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റ് സ്പെഷ്യലൈസേഷൻ നേടുന്നതോടുകൂടി അവർക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇതാണ് 4 മെയിൻ കാര്യങ്ങൾ എങ്ങനെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും അതോടൊപ്പം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗും ഏതൊക്കെ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഇനി നമുക്ക് അവ തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം. ആദ്യമായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ത് എന്ന് മനസ്സിലാക്കാം. സോ ഡിസൈൻ, അനാലിസിസ്, അതോടൊപ്പം മാനുഫാക്ചറിങ് ആണ് മെയിനായിട്ടും മെക്കാനിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ. പക്ഷേ നമുക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ മാത്രമാണ്. അതായത് മെക്കാനിക്കൽ പഠിച്ച ഒരാൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് കുറേ കൂടി ബ്രോഡായിട്ടുള്ള ഒരു ഫീൽഡാണ്. സോ എന്താണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ പഠിക്കാൻ പോകുന്നത്? ഇവിടെ ഡിസൈൻ, മാനുഫാക്ചറിങ്, അതോടൊപ്പം ഓപ്പറേഷൻസ്, ഈ 3 കാര്യങ്ങൾ വിത്ത് റെസ്പെക്ട് ടു ഓട്ടോമൊബൈൽസ് ആണ് പഠിക്കുന്നത്. ഇതാണ് മെയിൻ ഡെഫിനിഷനായി നമുക്കറിയാനുള്ളത്. രണ്ടാമത്തത് സ്കോപ്പാണ്. സോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ സ്കോപ്പ് എവിടെയൊക്കെ കാണാൻ പറ്റും? ഒബ്വിയസ്ലി എയറോസ്പേസ്, എനർജി, റോബോട്ടിക്സ്, HVAC, ഹീറ്റ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, അതോടൊപ്പം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഒക്കെ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കാണാൻ പറ്റും. ഈവൻ പൈപ്പിംഗ് എഞ്ചിനീയറിംഗിലും പ്രൊഡക്ഷനിലും ഒക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ പല സബ്ജക്റ്റുകൾ ഇവിടെയും അവിടെയും ഒക്കെയായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓട്ടോമൊബൈൽ സെക്ടർ ആണെങ്കിൽ കാർസ്, ട്രക്സ്, അതോടൊപ്പം മറ്റ് വെഹിക്കിളുകൾ അവ പഠിക്കുന്നു എന്നുള്ളതാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിനെ മാറ്റി നിർത്തുന്നത്. ഇനി നമുക്ക് കോർ സബ്ജക്റ്റുകൾ നോക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെർമോഡൈനാമിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, മെറ്റീരിയൽ സയൻസ്, മെഷീൻ ഡിസൈൻ, ഈ 4 സബ്ജക്റ്റുകൾ മെയിനായിട്ടും കോർ സബ്ജക്റ്റുകളായി എണ്ണപ്പെടുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ കാര്യത്തിൽ. ഓട്ടോമോട്ടീവ് ഡിസൈൻ, വെഹിക്കിൾ ഡൈനാമിക്സ്, എൻജിൻ സിസ്റ്റംസ്, അതോടൊപ്പം എമിഷൻസ് കൺട്രോൾ, ഇതാണ് മെയിൻ 4 സബ്ജക്റ്റുകൾ വെൻ യു ആർ ഗോയിങ് ഫോർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഇനി നമുക്ക് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ടർബൈൻസുകളുടെ ഡിസൈൻ, HVAC സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസൈൻ, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, മെഷീനറി, മാനുഫാക്ചറിങ് പ്രോസസ്സ്, ഇവയൊക്കെ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വളരെ കോറായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അതിൻ്റെ അപ്ലിക്കേഷനാണ് ശരിക്കും.
ഇനി നമുക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിലോ, വെഹിക്കിൾ സിസ്റ്റംസ്, മെയിനായിട്ടും എൻജിൻസ്, ബ്രേക്സ്, സസ്പെൻഷൻസ്, ഇവയുടെ ഡിസൈൻ, ഡെവലപ്മെൻറ്റ്, വെഹിക്കിൾസ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്, അതിൽ ഓരോന്നിനും എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫോക്കസ് നോക്കാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഫോക്കസ് എന്താണ്? മെക്കാനിക്സ്, അതോടൊപ്പം എനർജി, ഈ രണ്ട് കാര്യങ്ങളിൽ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നു. അതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ വരുന്നത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഓട്ടോമൊബൈൽസിൻ്റെ, വെഹിക്കിൾസിൻ്റെ പെർഫോമൻസിനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെക്കാനിക്കൽ പ്രിൻസിപ്പിൾസ് പഠിക്കുന്നു, അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ജോബ് റോൾസുമായി ബന്ധപ്പെട്ട് നോക്കാം. മെക്കാനിക്കൽ എഞ്ചിനീയർ, ഡിസൈൻ എഞ്ചിനീയർ, പ്രൊജക്ട് മാനേജർ, ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയർ എന്നൊക്കെയുള്ള മേഖലകൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച കൂട്ടുകാർ ജോലി തേടി പോകുമ്പോൾ, ഓട്ടോമോട്ടീവ് എഞ്ചിനീയർ, വെഹിക്കിൾ ഡൈനാമിക്സ് എഞ്ചിനീയർ, പവർ ട്രെയിൻ എഞ്ചിനീയർ, എമിഷൻസ് എഞ്ചിനീയർ പോലുള്ള മേഖലകളിലേക്കാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ച കൂട്ടുകാർ പോകുന്നത്. ഇനി ടൂൾസും സോഫ്റ്റ്വെയർസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ CAD, CAM, ANSYS, സോളിഡ് വർക്ക്സ്, മാറ്റ്ലാബ് എന്ന് തുടങ്ങി പല വെറൈറ്റി ടൂൾസും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച കൂട്ടുകാർ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ, ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് പഠിക്കുന്ന ടൂൾസ് എന്നുള്ളത് കാറ്റിയ, കാർസിം, GT സ്യൂട്ട്, അതോടൊപ്പം ജനറൽ മെക്കാനിക്കൽ ടൂൾസും പഠിക്കുന്നു എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ഇനി ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ എനർജി, എയറോസ്പേസ്, റോബോട്ടിക്സ്, മാനുഫാക്ചറിങ്, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങി പല മേഖലകളും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നമുക്ക് ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ്, മോട്ടോർ സ്പോർട്സ്, ഓട്ടോമോട്ടീവ് ഡിസൈൻ, അതോടൊപ്പം റിപ്പയർ എന്നുള്ള വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള നിഷ് മേഖലകളാണ് അവിടെ വരുന്നത്. ഇനി കരിയർ ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് വളരെ ബ്രോഡായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് മേഖല ആയതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് വളരെ വലുതാണ്. ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസിൽ ജോബ് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെ എവർഗ്രീൻ എഞ്ചിനീയറിംഗ് എന്നുകൂടി അറിയപ്പെടുന്നു. പക്ഷേ ഇന്ന് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ജോബ് ലഭിക്കുന്നില്ല എന്ന ഒരു പ്രശ്നമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിന് കാരണമുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് അന്നും ഇന്നും ഉള്ള സ്കോപ്പ് എന്നുള്ളത് കൂടുതൽ തന്നെയായിരുന്നു. പക്ഷേ ഈയിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ സ്കോപ്പിൻ്റെ ആധിക്യം കണ്ട് പല കോളേജുകളും ഒരു ബാച്ചിൽ 60 പിള്ളേരെ ഇറക്കേണ്ട സ്ഥലത്ത് 2, 3, 4, 5 ഒക്കെ ബാച്ച് ഇറക്കി 60 പിള്ളേർ ഇറങ്ങേണ്ട സ്ഥലത്ത് 300, 400, 500 ഒക്കെ കുട്ടികൾ ഒരു കോളേജിൽ നിന്ന് തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി. അതിനനുസരിച്ച് ആനുപാതികമായിട്ടുള്ള ജോബ് ഇല്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ പല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികൾക്കും അതിനനുസരിച്ചിട്ടുള്ള ജോബും കാര്യങ്ങളും നേടാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്കുള്ള അഡ്മിഷൻ ഏതാനും വർഷങ്ങൾ, അതായത് 5-6 വർഷമായി വളരെ കുറവാണ്. 300, 400 കുട്ടികൾ പഠിച്ചിരുന്ന ബാച്ചുകൾ ഇന്ന് 8, 10, 20 ഒക്കെയാണ് പഠിച്ചിറങ്ങുന്നത്. സോ ആ ഒരു കറക്ഷൻ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നേരെ മറിച്ച് ഓട്ടോമോട്ടീവ്, അതോടൊപ്പം അലൈഡ് ഇൻഡസ്ട്രീസിലാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് പഠിച്ച കൂട്ടുകാർക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റുന്നത്. ഇനി എഡ്യൂക്കേഷണൽ പാത്ത് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ കരിക്കുലം എന്നുള്ളത് വളരെ ബ്രോഡാണ്. സ്പെഷ്യലൈസേഷൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും വളരെ കൂടുതലാണ്. നേരത്തെ പറഞ്ഞ പോലെ എയറോസ്പേസിൽ, മെഷീൻ ഡിസൈനിൽ, തെർമൽ എഞ്ചിനീയറിംഗിൽ, പ്രൊഡക്ഷനിൽ, പൈപ്പിങ്ങിൽ, ഓയിൽ ആൻഡ് ഗ്യാസിൽ, ഏത് മേഖല വേണമെങ്കിലും, ഈവൻ പെട്രോളിയം എഞ്ചിനീയറിംഗിൽ വരെ ചില കാര്യങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രോഡായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ഉള്ളത്. നേരെ മറിച്ച് ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ അവർക്ക് ഓട്ടോമോട്ടീവ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ വളരെ ഫോക്കസായി പഠിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. സോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് വളരെ ബ്രോഡാണ്. സോ അവർക്ക് സ്പെഷ്യലൈസേഷൻ ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളിൽ ചെയ്യാൻ പറ്റും. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കാര്യമാണെങ്കിൽ വളരെ ഫോക്കസ്ഡ് ആയ പഠനമാണ്. ഓട്ടോമോട്ടീവ് ഫീൽഡിൽ തന്നെ സർട്ടൻ മേഖല സെലക്ട് ചെയ്ത് അവർക്ക് സ്പെഷ്യലൈസേഷൻ നേടാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗും തമ്മിലുള്ള സാമ്യതകളും ഡിഫറൻസസും. തീർച്ചയായിട്ടും നിങ്ങൾക്ക്
നിങ്ങളുടേതായ മനസ്സിലാക്കൽ അല്ലെങ്കിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഹൈലൈറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.